ഹായ്, ഇതിൽ ഷഗിരി ബ്ലോഗിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഇത് ഞങ്ങളെ മൂവാണ്ടനാണ് മാവുന്ന താമസം. ആ മാവിന്മേലാണ് കുറേ മാവിൻ്റെ ഒരു 4 ഐറ്റംസ് മാവിൻ്റെ കമ്പുകളാണ് ഞങ്ങൾ ഒട്ടിച്ചിട്ടുള്ളത്. 1 2 3 4 ഐറ്റംസ് ഉണ്ട്. ഒന്ന് ഇവിടെ ഉണ്ട്, അതൊക്കെ ഒന്ന് അവിടെ ഉണ്ട്. നാല് ഐറ്റംസ്. ഞങ്ങളെ ഗോപാലകൃഷ്ണേട്ടൻ വന്നത് എന്തിനാ വെച്ചാൽ ഞങ്ങൾ കുറച്ച് ഞങ്ങൾ വളർമാവുമ്പോൾ കുറച്ച് മാവിൻ്റെ കമ്പുകൾ പിടിപ്പിക്കണം. അതെങ്ങനെ ചെയ്യണം, കത്തി എങ്ങനെ എടുക്കണം, പിന്നെ അതിൻ്റെ കമ്പ് എങ്ങനെ ചെത്തണമെന്നുള്ള കാട്ടിത്തരും. ഇവരുടെ നമ്പർ ഞാൻ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. ആവശ്യക്കാർ വിളിച്ചാൽ മതി, വീട്ടിൽ വന്ന് നിങ്ങൾ ചെയ്തു തരും. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കൈയൊക്കെ സ്റ്റെറിലൈസ് ചെയ്യുക. നല്ല വൃത്തിയിലായിരിക്കണം അല്ലേ? അണുബാധകൾ നൈഫ് നമ്മൾ കോവിഡിന് ഉപയോഗിക്കുന്ന സാധനമല്ലേ? ഇനി സയൻ ഇതല്ലേ, ഇതാണ് സയൻ. ഇതിൽ നിന്നാണ് നമുക്ക് മുള വരിക. ഇനി ഇതിനെ നമ്മൾ ആപ്പ് പോലെ ചെത്തിയെടുക്കുക. രണ്ട് സൈഡും ചെത്തുക. ഒരു വി കട്ടാക്കുക അല്ലേ? വി കട്ട് ആപ്പ് പോലെ വരും. 2 ഭാഗത്ത് ആ തോല് കറക്റ്റായിട്ട് നിൽക്കും വേണം. എന്നാലും അതിൻ്റെ ഒരു ഇത് കിട്ടുള്ളൂ നമുക്ക്. കേട്ടോ, ഉണ്ടല്ലേ? അത് നിർബന്ധമാണ്. എത്ര മാവ് വേണമെങ്കിലും നമുക്ക് നല്ല കരുത്തുള്ള മാവില നമുക്ക് എത്തൂടാം. ഇങ്ങനെ ചെയ്യണം. 2 ഭാഗത്തും തോല് അതേമാതിരി നിൽക്കണം. എന്നിട്ട് ഇതിനെ നമ്മൾ റൂട്ട് സ്റ്റോക്കിനെ നടുപ്പൊളിക്കാം. ഈ മാവിൻ്റെ പേരൊന്നും ഞങ്ങൾക്ക് അറിയില്ല, അത്രയും ടോപ്പ് മാങ്ങയാണ്. അപ്പോൾ അത് ഞാൻ കെട്ടാനുള്ളൊരു കയറായില്ല. ഇനി ഇത് നമ്മൾ ഒരു സൈഡ് കറക്റ്റായിരിക്കണം വെക്കുന്നത് കേട്ടോ. നിൽക്കും മാറും. ചിലത് റൂട്ട് സ്റ്റോക്കിന് വണ്ണം കൂടുതലായിരിക്കും, അല്ലെങ്കിൽ സയണിന് വണ്ണം കൂടുതലായിരിക്കും. അപ്പോൾ ഏതെങ്കിലും ഒരു സൈഡ് കറക്റ്റ് ആയിരിക്കണം അതിൻ്റെ സ്കിന്ന്. ഇത് നല്ല ടൈറ്റാക്കി കിട്ടണം അല്ലേ? ആ ചീന്തൽ കുറച്ച് കയറിപ്പോയിന്ന് വെച്ചിട്ട് കുഴപ്പമില്ല. ഇങ്ങനെ വരിഞ്ഞ് ടൈറ്റ് ചെയ്തിട്ട് ഓൺലൈനിൽ വാങ്ങിയതായി കട്ട്ലാസ് ഒക്കെ. ഞാൻ ടൗണിൽ നിന്ന് വാങ്ങുന്നത്. ഇതിൻ്റെതായ കടകളുണ്ട്. ഏത് മാവും ഗോപാലകൃഷ്ണേട്ടങ്ങൾക്ക് ഒട്ടിച്ച് തരും. അത് കൊല്ലങ്ങളോളായിട്ട് ചെയ്ത് പരിചയമുള്ള ആളാണ്. അത് താൽക്കാലികമായിട്ട് വന്ന് പഠിച്ച ഒരാളൊന്നുമല്ല. ഇത് ഗൾഫിൽ നിന്ന് പഠിച്ചല്ല നിങ്ങൾ? പണ്ടേ അതിനോട് നല്ല കമ്പുള്ള താല്പര്യമുള്ളതുകൊണ്ട് ഇങ്ങനെ. ഇത് എല്ലാം ഇതാക്കണം. പാർട്ടി പറയാണ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു മാവിൽ നിങ്ങൾ ഉണ്ടാക്കി ചോദിച്ചാൽ അതിന്റെ സയൺ നമുക്ക് കൊടുത്തു. അതിന്റെ മദർ പ്ലാന്റ്, വീട്ടിലുള്ള മദർ പ്ലാന്റ് ഒക്കെ നമുക്ക് കൊടുക്കാം. കുറെ വിദേശ മദർ പ്ലാന്റുകൾ ഉണ്ട് നമുക്ക് വീട്ടിൽ. അപ്പൊ അതൊക്കെ കൊണ്ടുവന്നിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇപ്പൊ അങ്ങനെ നനച്ചിടുന്നതിന്റെ ഒരു കാരണം ഇതിന്റെ ഉമ്മുടിച്ച് കറക്റ്റാൻ പറ്റും. അപ്പൊ അന്തരീക്ഷത്തില് ചൂട് കൂടുതലോ ഒക്കെ ആണെങ്കിലും ശരി, ഇതിനെ ബാധിക്കൂലത്. അതിന് വേണ്ടിട്ട് ഈ മാവിനെ വളരാനുള്ള ഉമ്മുടിറ്റ് ഇതിലുണ്ടാവും. അത് നമുക്കൊന്ന് കെട്ടി കൊടുക്കാം അല്ലേ? ഒരു വർഷം ഇനി ഒരു 15-20 ദിവസം ആകുമ്പോഴത്തേക്ക് ഇതിന് ആ മുകുളം വന്നോളൂ അല്ലേ? ഇപ്പം നല്ല മുകുളമാണെങ്കിൽ 15 ദിവസം കൊണ്ട് വരും. അല്ലെങ്കിൽ ഒരു മാക്സിമം ഒരു 20 ദിവസമൊക്കെ ആകുമ്പോഴത്തേന് 20 ദിവസം വന്നു കഴിഞ്ഞാൽ ഇതെടുത്ത് ഒഴിവാക്കുക. പിന്നെ അങ്ങനത്തെ ഒന്നുമില്ല, അങ്ങനത്തെ ഒരു ഇതും വേണ്ട. അതേമാതിരി നമുക്ക് ഇതുമേലേക്ക് വന്ന് പിടിപ്പിക്കണം. ട്യൂട്ടോറിയൽ അല്ലേ? ഇനി ഞങ്ങൾ അടുത്ത് ഒട്ടിക്കേണ്ടത് സിന്ദൂരം മാങ്ങയാണ്. അത് നല്ല പഴുത്ത് വരുമ്പോൾ നല്ല ടേസ്റ്റ് ആണാനും
നല്ല സ്മെല്ലാണാനും പിന്നെ നല്ല കളറാണാനും. കളറ് മാറ്റി തന്നെ അതിന് ടേസ്റ്റും അതാണ്. അത് നമ്മുടെ അയൽവാസീൻ്റെ വീട്ടിൽ നിർത്താണ്. അപ്പോൾ അതൊന്നും ഇതുപോലെ ഒട്ടിക്കുകയാണ്. ഇപ്പോൾ ഇത് ശ്രദ്ധിക്കേണ്ട വെച്ചാൽ നമുക്കൊരു ചെറിയൊരു ടെറസിൻ്റെ മുകളിലാണെങ്കിലും ഇവരുടെ വീട്ടിൽ ടെറസിൻ്റെ മുകളിലാണ് 8 ഐറ്റംസ് മാങ്ങ ഒട്ടിച്ചിട്ടുള്ളത്. അപ്പോൾ അത് കണ്ടപ്പോഴാണ് എനിക്കൊരു ചെറിയൊരു താല്പര്യം തോന്നിയത്. അതുകൊണ്ടാണ് ഞാൻ കൂട്ടിയത്. ഒരുപാട് സ്ഥലത്ത് ഇവർ ചെയ്തെടുത്ത് വിജയിച്ച ഒരാളാട്ടോ. പിന്നെ കൃഷിഭവൻ്റെ വള്ളിക്കുന്ന് കൃഷിഭവൻ്റെ ഒരു പ്രാവശ്യം ഏറ്റവും നല്ല മട്ടുപ്പാവ് കൃഷിക്ക് അവാർഡ് കിട്ടിയ ആളാണ്. സെക്കൻഡ് പ്രൈസ് കിട്ടിയ ആളാണ്. ക്യാഷ് അവാർഡ് കിട്ടിയ ആളാണ്. അപ്പം ഇങ്ങനത്തെ ആളുകളെയൊക്കെ നമ്മളൊന്ന് പ്രോത്സാഹിപ്പിക്കുക, മറ്റുള്ളവർക്ക് ഈ വിദ്യകളൊക്കെ പഠിക്കുക, ഇല്ലാത്ത ആൾക്കാർക്ക് ഇതൊക്കെ ചെയ്യുക. അതിന് വേണ്ടിയിട്ടുള്ളൊരു ട്യൂട്ടോറിയൽ. ഇത് കണ്ട ഈ സ്കിൻ ഇങ്ങനെ ഒരേ ലെവലിൽ കിട്ടണം. ഒരേമാതിരി ലെവലാണ്. എന്നാലേ രണ്ട് ഭാഗത്തും കറക്റ്റ് ആയിക്കൊള്ളുന്നില്ല. ഒരു ഭാഗത്ത് സ്കിന്ന് റെഡി ആവുക, എന്നാലും അത് വളരെ ഉഷാറായി കിട്ടും. സാധനം എടുക്കുമ്പോൾ ഇതിന് കവർ ഉണ്ട് നമുക്ക്. ഒരു കവർ ഇന്ന് എയർ പുറത്തേക്ക് പോകരുത്. നല്ല ടൈറ്റ് ചെയ്ത് കെട്ടിയുണ്ട്. അതിൻ്റെ പ്രത്യേകത അല്ലേ. അതിലുള്ള വെള്ളം അതിൽ തന്നെ നിന്നിട്ട് ഹ്യൂമിഡിറ്റി കണക്കാക്കണം. ഇത് വെച്ചിട്ട് ഇതിൽ ഈർപ്പം ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഹ്യൂമിഡിറ്റി കണക്കാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സൈഡായിട്ടാണ് കെട്ടി കൊടുക്കല്ലേ. ഇനി ഇത് എയർ ടൈറ്റ് ആയിരിക്കും മാത്രമേ ഉള്ളൂ. നമുക്കൊരു 15 ദിവസം കഴിഞ്ഞാൽ 15 ദിവസം തെളിവ് വന്നാൽ ഇതിൽ ഒഴിവാക്കാം. ഈ അപ്പോഴും ഈ ഒട്ടിച്ച ബെഡിങ്ങിന്റെ ഇത് കഴിക്കരുത്. ഇതൊരു 3 മാസമൊക്കെ ആകുമ്പോൾ കഴിച്ചു നല്ല കണ്ട് വളരുമ്പോ അതുപോലെ കമ്പനിന്റെയും വളർച്ചക്കനുസരിച്ച് കൊല്ലത്തിൽ പ്രൂണിങ് നടത്തൽ അങ്ങനെ എന്തെങ്കിലും വേണം. അത് വേണമെങ്കിൽ മൊത്തത്തിൽ ചെയ്യുമ്പോൾ ചെയ്തത് കൊമ്പ് ഒരുപാട് വലുതാകുമ്പോൾ കട്ട് ചെയ്തിട്ട് സൂര്യപ്രകാശം നല്ല തട്ടണം അല്ലേ, എന്നാലേ മാവ് കായ്ക്കുള്ളൂ. ഇത് സായാഹ്നാണ് നമ്മൾ ആപ്പ് പോലെ ഇങ്ങനെ ചെത്തിയെടുക്കാം. എടുക്കുമ്പോൾ നല്ല സായാഹ്നം നോക്കിയിട്ട് നല്ല കരുത്തുള്ള സായാഹ്നാണ് നമ്മൾ എടുക്കേണ്ടത്. ഇതിൽ മുമ്പ് കോമാവ് വേണമെങ്കിൽ കോമാവ് വെട്ട് ചെയ്തൂടെ? ഏത് വേണം ചെയ്യാം. അപ്പം നേരത്തെ പറഞ്ഞില്ലേ അവിടെ ആ ചെറിയ മാങ്ങ കൊലകൊലയായിട്ടുണ്ടാണ്, അതൊക്കെ ചെയ്യാം. അത് നല്ല നന്നായിട്ടുണ്ടാവും. കാഴ്ചക്ക് ഭംഗിയുള്ളതൊക്കെ അല്ലേ. പിന്നെ അങ്ങനത്തെ മാവുകളൊക്കെ നമ്മൾ സംരക്ഷിക്കണം. നാടൻ മാവുകൾ അന്യം നിന്ന് ഇനി ഇതാ ഇതിൽ ഇങ്ങനെ നടു ചീന്തിയെടുക്കട്ടോ. ഏതെങ്കിലും ഒരു സൈഡ് എല്ലാം കറക്റ്റായിട്ട് കിട്ടിക്കൊള്ളുന്നില്ല. ഏതെങ്കിലും ഒരു സൈഡ് ഇതിൻ്റെ സ്കിന്ന് രണ്ടും ഒരേമാതിരി ആയാൽ മതി. ഇങ്ങനെ കിട്ടണം. ഇത് ഈ കെട്ടലും ഒരു പ്രാധാന്യം ഉണ്ട് അല്ലേ. നല്ല വണ്ണത്തില് നല്ല ഉഷാറാക്കിയിട്ട് നല്ല ടൈറ്റായി കിട്ടുക. ഗ്യാപ്പ് വരരുത്. എട്ടപ്പടി ഗ്യാപ്പ് വരാണ്ട് അത് അതിന് പൊട്ടണം. ഇതിപ്പോൾ ഫസ്റ്റ് ബെഡ് ചെയ്ത കൊല്ലം തന്നെ ഇത് കായ്ക്കുകയാണെങ്കിൽ ആ പൂവുമ്പോൾ ഒഴിവാക്കണം. ഇതിനൊന്നും അങ്ങനെ ഒഴിവാക്കണ്ട. അവന് കരുത്തുണ്ടല്ലോ. ചെറിയ ടൈമിൽ നമ്മളെ ഒട്ടിക്കുമ്പോഴാണ് ആ ഒരു ഇത്. കാരണം ഇതിന് കവറ് നനച്ചിട്ട് സിപ്പപ്പിന്റെ കവറാണ്, അത് നനച്ചിട്ട് ഇതിൽ വെക്കുന്നതാണ്. ഇനിയിപ്പോൾ ഒരു 15 ദിവസം 20 ദിവസം കൊണ്ടൊക്കെ ഇതിന് തെളിവ് ഇത് നിർത്താൻ മതി.
അങ്ങനെ നമ്മളെ ഈ മാവുമ്മൽ ഇപ്പം 3 മാങ്ങയാണ് ഞങ്ങൾ മാവിൻ്റെ കമ്പാണ് ഞങ്ങൾ ഇതാക്കിയിട്ടുള്ളത്. വവാഷാറാണ് ഇത് ചെയ്തത്. അപ്പോൾ ആർക്കും നമ്പർ വേണമെങ്കിലും ഈ നമ്പർ ഞാനിത് കൊടുക്കാണ്ട് വിളിച്ചാൽ എവിടെ വന്ന് വിട്ട് വേണമെങ്കിലും നമ്മളെ നമുക്ക് ലൊക്കാലിറ്റി അല്ലേ കഴിയില്ല, പക്ഷേ എന്നാലും ഞങ്ങൾ വന്ന് ചെയ്തു തരും. അതാണ് നമ്മളെ നാട്ടുകാരൻ തന്നെയാണ്. ശരി, ഏറ്റവും നല്ലൊരു കർഷകനും കൂടി കേട്ടോ. ഇതിൻ്റെ പോസ്റ്റ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.